LPG പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാനത്തെ ഹോട്ടൽ സംഘടന. തിങ്കളാഴ്ച കടകൾ തുറക്കില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഹോട്ടലുകൾ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് ഗ്യാസ് ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. LPG പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ സംഘടന. ഇതോടെ തിങ്കളാഴ്ച കടകൾ തുറക്കില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. തിങ്കളാഴ്ച കടയടപ്പ് സമരം നടത്തുമെന്നും ഹോട്ടലുകൾ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് ഗ്യാസ് ലഭ്യമാക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം. നാളെ കൊച്ചിയിലെ IOC റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും സംഘടനയുടെ തീരുമാനമായിട്ടുണ്ട്. പാചകവാതകം ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാകാതായതോടെ ഹോട്ടൽ നടത്തിപ്പിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മാത്രമല്ല, ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം ലഭിക്കാതായതോടെ ഹോസ്റ്റലുകളിലും മറ്റും താമസിക്കുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ദുരിതത്തിലായി. വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യണമെന്ന് എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടും മുൻഗണനാ പട്ടികയിൽ ഹോട്ടലുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ട് പോലും കേന്ദ്രം നിസ്സംഗത പുലർത്തുകയാണെന്ന് സംഘടന പറയുന്നു. അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ ഉൽപ്പാദനം നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കുന്നതിനും പോർട്ടലിലൂടെ ലഭ്യമായ ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിനും പൊതുവിതരണ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ 100 കിലോഗ്രാമിലധികം പാചകവാതകം സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത്തരം കേസുകളിൽ അവശ്യ സാധന നിയമപ്രകാരം കേസെടുക്കുന്നതിന് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇത്തരം കേസുകളിൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. അവധി ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് സെല്ലുകൾ ജില്ലാ സപ്ലൈ ഓഫീസുകളിലും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനിടെ ഇറാനിൽ നിന്ന് കൂടുതൽ ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികളും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.